ഇത് ബാലദാസൻ, നല്ല തലയെടുപ്പുള്ള ഗജവീരൻ. എനിക്ക് വേണേൽ ഇവൻ്റെ തുമ്പിക്കൈയിൽ തൊടാം, വേണേൽ കൊമ്പിലും തൊടാം. ഒന്നും ചെയ്യില്ല, കാരണം ഇതൊരു യന്ത്രമാണ്. ഒറ്റ നോട്ടത്തിൽ ജീവനുള്ള ആനയെ തോന്നുമെങ്കിലും ഇതൊരു യന്ത്രയാനയാണ്. തിരുവനന്തപുരം പൗർണമികാവ് ക്ഷേത്രത്തിൽ നടയിരുത്തിയ ഒരു യന്ത്രയാന. ആനപ്രേമവും പൂരപ്രേമവും അതിൻ്റെ പാരമ്യത്തിൽ നിൽക്കുന്ന മനസ്സാണ് മലയാളികളുടേത്. ആ മനസ്സിനെ തൃപ്തിപ്പെടുത്തുക എന്നത് ശ്രമകരമായ ദൗത്യം തന്നെ. നാല് ചെറുപ്പക്കാരുടെ മനസ്സിലുദിച്ച വ്യത്യസ്തമായ ഒരാശയമാണ് ഇന്ന് കേരളത്തിലെ ആനപ്രേമികൾ ഏറ്റെടുത്തത്. പ്രശാന്ത്, സാൻഡോ, ജിനേഷ്, റോബിൻ എന്നിവരും ഫോർ ഹി ആർട്ട് ക്രിയേഷൻ എന്ന സംഘടനയുടെയും കൂട്ടായ ശ്രമത്തിൻ്റെ ഫലമാണ് ബാലദാസൻ എന്ന തലയെടുപ്പുള്ള മെക്കാനിക്കൽ ആന. ഞങ്ങൾ ആർട്ട് മേഖലയിൽ തന്നെയാണ്. ആർട്ട് സംബന്ധമായ എല്ലാ വർക്കുകളും നമ്മൾ ചെയ്യും. ഞങ്ങളൊരു 10 വർഷം മേലെയായി ഇങ്ങനെ അനക്കങ്ങളൊക്കെ ആയിട്ടുള്ള വർക്കുകളായിട്ട് ഇറങ്ങിയിട്ട്. ഇപ്പോൾ ആന ഫീൽഡിലേക്ക് മെയിനായിട്ട് വന്നത് സെയിലും ഒക്കെ ആയിട്ട് കമ്പനിയായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഒരു 3 വർഷം കഴിഞ്ഞു. ചെവി, വാല്, തുമ്പിക്കൈ ഒക്കെ അനങ്ങും. ഫൈബറാണ്. അനങ്ങണ ഭാഗമൊക്കെ നമ്മൾ റബ്ബറിലാണ് ചെയ്യണത്. പിന്നെ എല്ലാത്തിനും സെപ്പറേറ്റ് മോട്ടറുകളാണ്. 4 മോട്ടർ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഏകദേശം നമ്മൾ 5 ലക്ഷം ആണ് നമ്മൾ പറയണത് ഇതിന് ചാർജ് വരുന്നത്. പിന്നെ ഇത് നോർമലി ഹൈറ്റ് കുറയും തോറും ചെറിയ വേരിയേഷൻസ് വരും. തൃശൂർ ഇരിഞ്ഞാടപ്പള്ളിയിലായിരുന്നു ആദ്യത്തെ ആനയെ ഇവർ നൽകിയത്. 5,90,000 രൂപയായിരുന്നു അതിൻ്റെ വില. പീപ്പിൾ ഫോർ ദ എത്തിക്കൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് ആനിമൽസ് എന്ന സംഘടന സ്പോൺസർ ചെയ്യുന്നു. 2-3 ടൈപ്പ് ആന പ്രേമികളുണ്ട്. അത് ഒന്ന് ആനേനെ ഉപദ്രവിക്കരുതെന്ന് പറയുന്ന ഒരു വിഭാഗം. രണ്ടാമത്തെ വിഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആനേനെ എന്താ പറയുക, ഉപദ്രവിച്ചാലും കുഴപ്പമില്ല, അതിനെ എഴുന്നള്ളിച്ച് അതിൻ്റെ ഭംഗി ആസ്വദിക്കുക എന്നുള്ളത്. അങ്ങനെ 2 ടൈപ്പ് ആനപ്രേമികളുള്ളത്. അതിൽ ഇപ്പം നമുക്ക് വന്ന കൂടുതൽ മെസ്സേജുകളിലും ഇത് നല്ലതായിട്ട് തന്നെയാണ് പറയുന്നത്. ആനപ്രേമികളിൽ തന്നെ നല്ലതായിട്ടാണ് പറയുന്നത്. ഒരു ചെറിയ വിഭാഗമാണ് കൂടുതലും ഇതിനെ എതിർക്കണത്. അവർക്കത് എന്താ പറയുക, അവരുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കാം. പക്ഷേ മലയാളികളുടെ വികാരമാണ്, അത് നമ്മൾ മാനിക്കുന്നത്. ഇതിന് നമ്മളിതൊരു ആർട്ടായിട്ടാണ് കണ്ടേക്കണത്. ഞങ്ങളിപ്പോൾ ഒരു അമ്പലങ്ങളിലേക്ക് കൊടുക്കുക അങ്ങനെ ഒരു ഉദ്ദേശത്തിലല്ല നമ്മൾ ചെയ്യണം. നമുക്കിപ്പോൾ ആനേനെ ഉണ്ടാക്കാൻ പറയുമ്പോൾ നമ്മൾ ആനേനെ ഉണ്ടാക്കണം, പുലീനെ ഉണ്ടാക്കാൻ പറയുന്നത് നമ്മൾ പുലീനെ ഉണ്ടാകും. ഏത് ജീവികളാണെങ്കിലും നമ്മൾ ചെയ്യാറുണ്ട്. ഇപ്പോൾ ആന എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു ഓർഗനൈസേഷൻ അതിനെ സ്പോൺസർ ചെയ്ത് അമ്പലങ്ങളിലേക്ക് ചെയ്യുമ്പോൾ അതിൽ കുറേ വെല്ലുവിളികളൊക്കെ ഉണ്ട്. മൊത്തത്തിൽ ആന എന്താ പറയുക, അമ്പലങ്ങളിൽ അത് പാടില്ല അങ്ങനെയൊക്കെ പറയുന്നത്. പക്ഷെ നമ്മൾ പറയണത് അത് ആസ്വദിക്കുന്നവർ അത് ആസ്വദിക്കട്ടെ, അല്ലാത്തത് ഒറിജിനലാണെങ്കിൽ ഒറിജിനൽ. നമുക്ക് എങ്ങനെയും എന്താ പറയുക, അതിനെയൊക്കെ ആക്സെപ്റ്റ് ചെയ്തല്ലേ പറ്റുള്ളൂ. പല കാര്യങ്ങളും ഇങ്ങനെ പുതിയതായിട്ട് വരുമ്പോൾ ഫസ്റ്റ് നമ്മൾ എതിർക്കും. അത് മലയാളികളുടെ പൊതു സ്വഭാവമാണ്. അടുത്ത ആന വരുമ്പോൾ ഇനി വരുമ്പോൾ ഒരു തലയെടുപ്പ് എടുക്കുക, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആനകളുടെ മാതിരി ഉത്സവങ്ങൾക്ക് നിർത്താൻ പറ്റുന്ന രീതിയിൽ പുതിയ അപ്ഡേഷൻസ് എന്തായാലും വരും ഇനി. കേരളത്തിൽ മാത്രമല്ല കർണാടകയിലും മെക്കാനിക്കൽ ആനയെ നടയിരുത്തി ഈ പുതിയ ആശയം പ്രചരിപ്പിക്കാൻ സാധിച്ചു. ജീവനുള്ള ആനകളെ സ്വന്തമാക്കുകയോ വാടകയ്ക്കെടുക്കുകയോ ചെയ്യില്ലെന്ന ക്ഷേത്രങ്ങളുടെ തീരുമാനത്തിലുള്ള ബഹുമാനാർത്ഥം പെറ്റ ഇന്ത്യയുടെ ശ്രമത്തിലൂടെ 3 മെക്കാനിക്കൽ ആനകളാണ് ഇതിനകം ഉപയോഗത്തിൽ വന്നിട്ടുള്ളത്. തൃശ്ശൂരിലെ ഇരിഞ്ഞാടപ്പള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ഇരിഞ്ഞാടപ്പള്ളി രാമൻ, കൊച്ചിയിലെ തൃക്കയിൽ മഹാദേവ ക്ഷേത്രത്തിലെ മഹാദേവൻ, മൈസൂരിലെ ജഗദ്ഗുരു ശ്രീ വീരസിംഹാസന മഹാസംസ്ഥാന മഠത്തിലെ ശിവൻ എന്നീ ആനകളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. കൗതുകകരമായ ഒരാശയം നടപ്പിലാക്കുക മാത്രമല്ല ഇതിലൂടെ, നേരെ മറിച്ച് മൃഗസംരക്ഷണം എന്ന മഹത്തായ ലക്ഷ്യവും ഇതിന് പിന്നിലുണ്ട്. യഥാർത്ഥ ആനകളെ ഉപയോഗിക്കുന്ന എല്ലാ വേദികളിലും പരിപാടികളിലും ജീവനുള്ള മൃഗങ്ങളുടെ സ്ഥാനത്ത് അവയ്ക്ക് സമാനമായ മെക്കാനിക്കൽ ആനകളിലേക്കോ മറ്റ് മൃഗങ്ങളിലേക്കോ മാറാൻ പെറ്റ ഇന്ത്യ എന്ന സംഘടന സമൂഹത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. എൻ്റെ പേര് ശ്രീകുട്ടി രാജി. ഞാൻ പീറ്റ ഇന്ത്യ എന്ന ആനിമൽ ഓർഗനൈസേഷനിലെ എമർജൻസി റെസ്പോൺസ് കോർഡിനേറ്ററായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ ഒരുപാട് പൂരങ്ങൾ നടക്കാറുണ്ട്. അതിൽ ഒരുപാട് ആനകൾ ഇടയുകയും
ആളുകൾ ആക്രമിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരുപാട് സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ഒരുപാട് പേർക്ക് പരിക്കുകൾ പറ്റാറുണ്ട്. അപ്പം ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കി ഒരു മൃഗത്തിൻ്റെ ക്ഷേമത്തിനും അതേപോലെ തന്നെ മനുഷ്യൻ്റെ സംരക്ഷണത്തിനും വേണ്ടിയിട്ടാണ് മെക്കാനിക്കൽ എലിഫൻറ്റ് എന്ന ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ കേരളത്തിലോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തൃശ്ശൂർ ഇരിഞ്ഞാടപ്പള്ളി രാമൻ എന്ന മെക്കാനിക്കൽ എലിഫൻറ്റിനെയാണ് നമ്മൾ ഡൊണേറ്റ് ചെയ്തത്. അതിനുശേഷം കൊച്ചിയിൽ പ്രിയാമണിയും ചേർന്ന് തൃക്കയിൽ മഹാദേവൻ എന്ന മെക്കാനിക്കൽ ആനയെ നമ്മൾ ഡൊണേഷൻ നടത്തി. അതിനുശേഷം ഇപ്പോൾ തലസ്ഥാന നഗരിയിൽ, അതായത് തിരുവനന്തപുരത്ത് ആദ്യമായിട്ടാണ് ഒരു മെക്കാനിക്കൽ എലിഫൻറ്റ് എന്ന കോൺസെപ്റ്റ് വന്നിരിക്കുന്നത്. മൃഗത്തിന് ഇവിടെ നമ്മുടെ കേരളത്തിൽ ഞങ്ങളുടെ ഒരു ക്യാമ്പയിനാണ് ഇത്, മെക്കാനിക്കൽ എലിഫൻസിനെ. അപ്പം ഒരിക്കലും ഇപ്പോൾ ഈ പൗർണമിക്കാവ് ക്ഷേത്രമാണെങ്കിലും അവർ ഇനി ഭാവിയിൽ ഒരിക്കലും ഒരു ലൈവ് എലിഫൻറ്റിനെ ഉപയോഗിക്കില്ല എന്ന ഒരു ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അവർക്ക് മെക്കാനിക്കൽ എലിഫൻറ്റിനെ നമ്മുടെ പ്രശസ്ത നടി ആദാ ശർമ്മയായിട്ട് ചേർന്ന് പീറ്റ ഇന്ത്യ ഈ മെക്കാനിക്കൽ എലിഫൻറ്റിനെ ഇവിടെ ഡൊണേഷനായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ ഒരു ഉത്സവങ്ങൾക്കും ഇവിടെയും തൃശ്ശൂർ നമ്മൾ കൊടുത്ത ക്ഷേത്രത്തും കൊച്ചിയിലെ ക്ഷേത്രത്തും അവരുടെ ഒരു ഉത്സവങ്ങൾക്കും അവർ യഥാർത്ഥ ആനയെ ഉപയോഗിക്കില്ല എന്ന് നമുക്ക് ഉറപ്പ് നൽകിയതിന് ശേഷമാണ് ഇത് കൊടുത്തത്. M5 ന്യൂസ്, തിരുവനന്തപുരം.